ഹായ് എവരിവൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മൊബൈൽ ഫിറ്റർ ജോബ് ടയർ 2 വിസയിൽ സ്പോൺസർഷിപ്പോട് കൂടി വരാൻ പറ്റുമെന്നുള്ള ഒരു ഗുഡ് ന്യൂസാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം നമ്മൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്, സ്റ്റാഫ് നഴ്സസിന് ഇവിടെ വരാൻ പറ്റുന്നുണ്ട്, സീനിയർ കെയറേഴ്സിന് വരാൻ പറ്റുന്നുണ്ട്, കെയറേഴ്സിന് വരാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാറ്റഗറിയിലുള്ളവർക്ക് UK എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഫിറ്റേഴ്സിൻ്റെ ഒരു അവൈലബിലിറ്റി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, സ്പോൺസർഷിപ്പ് കൊടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള ഒരു എംപ്ലോയർക്ക് തീർച്ചയായിട്ടും ടയർ 2 വിസയിൽ നാട്ടിൽ നിന്നും ഫിറ്റേഴ്സിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ടയർ 2 വിസയിൽ ഫിറ്റേഴ്സിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് ഒരു വെബ്സൈറ്റ് ക്ലെയിം ചെയ്തിരിക്കുന്നതാണ്. കാരണം അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ലോക്കലായിട്ട് അവർക്ക് ജോലിക്ക് ആളെ കിട്ടുന്നില്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ഉള്ള ഒരു കമ്പനിക്ക് തീർച്ചയായിട്ടും നാട്ടിൽ നിന്നും ഫിറ്റേഴ്സിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. ടർമാക് ട്രേഡിംഗ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് മൊബൈൽ മെയിൻ്റനൻസ് ഫിറ്റർ ജോബിലേക്ക് വിളിച്ചിരിക്കുന്നത്. ഇതിന് 30,000 പെർ ആനം സാലറി ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൂടാതെ ഇതൊരു ഫുൾ ടൈം ജോബുമാണ്. അവരുടെ സൈറ്റിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്, വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കിട്ടുന്ന നമുക്ക് പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട്. കാരണം പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തിലാണ് നമുക്ക് വിസ കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് എത്ര പോയിന്റ്സ് കിട്ടും എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അത് അവരുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ജോബിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 3 ഫെബ്രുവരിയാണ്. അപ്പോൾ അധിക ദിവസങ്ങളില്ല എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇത് കാർഡിഫിലാണ്. കാർഡിഫ് എന്ന് പറയുന്നത് വെയിൽസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. യുണൈറ്റഡ് കിങ്ഡത്തിൽ വെയിൽസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കാർഡിഫ് ഉള്ളത്. അപ്പം പിന്നെ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് സേഫായിട്ട് ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് പറയണത്. ഗുഡ് പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് സേഫായിട്ട് ടീംസിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത്, ജോലിയുടെ ഭാഗമായിട്ട് ട്രാവൽ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്, അതുകൊണ്ട് കമ്പനി ഒരു വാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ലെവൽ 1 വെൽഡിംഗ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ റിലവൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വേണം എന്നാണ് പറയുന്നത്. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ പ്രീവിയസ് എക്സ്പീരിയൻസ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേണ്ടത് വർക്ക് വിത്ത് ഗിയർ ബോക്സ്, പമ്പ്സ് ആൻഡ് മോട്ടോഴ്സ്. ഇത്രയും ക്വാളിഫിക്കേഷൻസ് ആണ് അവർ ആവശ്യപ്പെടുന്നത്. ഇനി അവരുടെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ബെനിഫിറ്റിൽ പെടുന്നവർക്ക് പെൻഷൻ സ്കീം ഉണ്ട്, ഹോളിഡേ എൻടൈറ്റിൽമെന്റ് ഉണ്ട്, ബോണസ് സ്കീം ഉണ്ട്. അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് അവർ അവരുടെ സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ അവർ പറയുന്നുണ്ട്, കരിയർ ഡെവലപ്മെന്റ് ഉണ്ടാകും, അവർ വേണ്ട ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കുമെന്ന്. ഇതിനെപ്പറ്റിയുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അതുവഴി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കും. നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ ഒരു ലിങ്കും അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ടയർ 2 വിസ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് അതിന് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അവർക്ക് ഇമെയിൽ ചെയ്ത് ചോദിക്കാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.